Later on, ഈ സെഗ്മെൻറ്റിൽ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്സിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആ ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് ഈ ഡിസ്കഷനിൽ വ്യക്തമാക്കാം. Let's go to the statement of the theorem. Look at the statement of the theorem. Suppose that condition 1, f is continuous on the interval 0 capital A, where capital A can be any positive real number. Means that f is continuous on the positive segment of the real line. Okay, that is the idea. On every positive segment of the real line, f is continuous. Second one, f dash is derivative of f, that is f dash is piecewise continuous on the same interval for every positive real number. Third condition, there exist constants k, m and a such that mod f of t less than or equal to k times e power at for every t greater than or equal to capital M. Then the conclusion is Laplace transform of f dash t exists and for s greater than a and is given by Laplace transform of f dash t equal to s times Laplace transform of f of t minus f of 0. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ്? നമ്മുടെ ഫംഗ്ഷൻ എഫ് ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനാണ്, കണ്ടിന്യൂസ് ആണ്, 0യിൽ കണ്ടിന്യൂസ് ആണ്, ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഡെറിവേറ്റീവ് പീസ് വൈസ് കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് എഫ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്പൊണൻഷ്യൽ ഓർഡർ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെയും മൂന്നാമത്തെയും കണ്ടീഷനും നമുക്ക് വ്യക്തമാകുന്നത് എഫിന് ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി എഫ് ഡാഷിന് ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യാൻ നമുക്ക് ഏത് മാത്രം മതിയാകും? എഫ് ഡാഷിൻ്റെ പീസ് വൈസ് കണ്ടിന്യൂറ്റി മാത്രമേ വേണ്ടുള്ളൂ. എഫ് ഡാഷ് എക്സ്പൊണൻഷ്യൽ ഓർഡർ ആവുക എന്നുള്ള ക്രൈറ്റീരിയൻ ഇവിടെ ആവശ്യമില്ല. നമുക്ക് നോക്കാം, അതിൻ്റെ പ്രൂഫ് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ എഫ് ഡാഷിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കാണുമ്പോൾ നമുക്ക് ഏത് ഫോർമുല കിട്ടും? എസ് ടൈംസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് 0 എന്നുള്ള ഫോർമുല കിട്ടും. അപ്പോൾ എഫ് ഡാഷിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കാണാൻ നമുക്ക് എന്ത് മതി? എഫിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം മതി. പിന്നെ ഒപ്പം തന്നെ എന്തുകൂടെ വേണം? എഫിൻ്റെ 0യിലുള്ള വാല്യൂ കൂടെ. ഈ രണ്ട് ഇൻഫർമേഷനാണ് നമുക്ക് ആവശ്യം. ഡെറിവേറ്റീവിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കാണാൻ ആ ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമും ആ ഫംഗ്ഷൻ്റെ 0യിലുള്ള വാല്യൂവും അറിഞ്ഞു കഴിഞ്ഞാൽ ഡെറിവേറ്റീവിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കാണാം. ഈസ് ഗിവൺ ബൈ ദ ഫോർമുല എൽ ഓഫ് എഫ് ഡാഷ് ടി ഈക്വൽ ടു എസ് ടൈംസ് എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് 0. എഫിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമിനെ എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിൽ നിന്ന് 0യിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഡാഷിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കിട്ടും. നമുക്കിത് പ്രൂവ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തെല്ലാം തന്നിട്ടുണ്ട്? വി ഹാവ് ഗിവൺ 3 കണ്ടീഷൻസ്. f is continuous on the interval 0a, f dash is piecewise continuous on the interval 0a for every positive real number a. There exist constants k, m and little a such that mod f of t less than or equal to k times e power at for every t greater than or equal to capital M. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്താ പറയുന്നത്? എഫ് എക്സ്പൊണൻഷ്യൽ ഓർഡർ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെയും മൂന്നാമത്തെയും കണ്ടീഷൻ നമുക്ക് വ്യക്തമാകുന്നത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എക്സിസ്റ്റ് എന്നുള്ളതാണ്. കണ്ടീഷൻസ് 1 and 3 implies that ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എക്സിസ്റ്റ്. ഓക്കെ, സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത് എന്താണ്? എഫ് ഡാഷ് ഈ ഇൻ്റർവെല്ലിൽ പീസ് വൈസ് കണ്ടിന്യൂസ് ആണെന്നുള്ളതാണ്. എന്താണ് പീസ് വൈസ് കണ്ടിന്യൂറ്റിയുടെ ഐഡിയ? അതിൻ്റെ ഡൊമൈൻ ഇൻ്റർവെല്ലിനെ പാർട്ടീഷൻ ചെയ്യാൻ പറ്റും. സോ ദർ എക്സിസ്റ്റ് എ പാർട്ടീഷൻ 0 ലെസ് ദാൻ t1 ലെസ് ദാൻ t2 ലെസ് ദാൻ t3 എക്സെട്ര ലെസ് ദാൻ tn ലെസ് ദാൻ a. അതായത് 0a എന്ന് പറയുന്ന ഇൻ്റർവെല്ലിനെ നമുക്ക് പാർട്ടീഷൻ ചെയ്യാം. t1 t2 എക്സെട്ര tn to a, tn മൈനസ് tn മൈനസ് 1 tn a. അപ്പോൾ ഒരു പാർട്ടീഷൻ 0 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിനുണ്ടാകും. ഏത് രീതിയിൽ? ഓൺ ഈച്ച് സബ് ഡിവിഷൻ 0 t1 t1 to t2 t2 to t3 എക്സെട്ര tn to a. ഈ സബ് ഡിവിഷൻസിലെല്ലാം ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. എഫ് ഡാഷ് എഫ് അല്ല, എഫ് ഡാഷ് ആണ് പീസ് വൈസ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. സോ കണ്ടീഷൻ 2 implies that there exists a partition of 0a such that f dash is continuous on each sub intervals 0 t1 t1 t2 interval t2 t3 etc. interval tna. Okay, now consider the integral 0 to a e power negative st into f dash t dt. എന്തുകൊണ്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്? നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് എഫ് ഡാഷിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ റിലേഷനാണ്, ഫോർമുലയാണ്. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം, എഫ് ഡാഷിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി. അപ്പോൾ അതിൻ്റെ ഒരു പാർഷ്യൽ ഇൻ്റഗ്രലാണ് എഴുതിയിരിക്കുന്നത്. ഇൻ്റഗ്രൽ 0 to a e raised to minus st into f dash t dt is nothing but partial integral of
the Laplace transform of f dash t. ഓക്കെ, അപ്പോൾ ഈ പാർഷ്യൽ ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് ആസ് എ ഗോസ് ടു ഇൻഫിനിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എഫ് ഡാഷിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാം. അതിൽ ഡിറൈവ് ചെയ്ത് കിട്ടുന്ന ഫോർമുല എന്താണോ അതായിരിക്കും അതിൻ്റെ ഫോർമുല. അത് ആക്ച്വലി നമുക്ക് തന്നിട്ടുള്ള ഫോർമുല തന്നെ ആയിരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ നോക്കൂ, 0 to എയിലാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അതിൽ എഫ് ഡാഷ് ടി എന്ന് പറയുന്നത് പീസ് വൈസ് കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ 0 to എന്ന് പറയുന്ന ഈ ഡൊമൈൻ ഇൻ്റർവെല്ലിനെ നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഓരോ സബ് ഇൻ്റർവെൽസിലും ഈ എഫ് ഡാഷ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ 0 to എന്ന് പറയുന്ന ഈ ഇൻ്റഗ്രലിനെ നമുക്ക് 0 to t1, t1 to t2 എന്ന് പറയുന്ന ഈ സബ് ഡിവിഷനിലുള്ള ഇൻ്റഗ്രലായിട്ട് ഡിവൈഡ് ചെയ്ത് സം ചെയ്യാം. Okay, integral 0 to a can now be written as integral 0 to t1 plus integral t1 to t2 plus etc. plus integral tn to a e raised to minus st into f dash t dt. Okay, let's do that. അപ്പോൾ ഇൻ്റഗ്രലിൻ്റെ ലീനിയാരിറ്റി ഉപയോഗിച്ചുകൊണ്ട് ലീനിയാരിറ്റി അല്ല അഡിറ്റിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റഗ്രൽ 0 to a e raised to minus st into f dash t dt നമുക്ക് ഇങ്ങനെ ഇത്രയും ഇൻ്റഗ്രൽസിൻ്റെ സമ്മായിട്ട് എഴുതാൻ പറ്റും. 0 മുതൽ എ വരെയുള്ള ആ പാർട്ടീഷൻ പോയിൻറ്റ്സിലുള്ള ഉപയോഗിച്ചുകൊണ്ട് സബ് ഡിവിഷൻസിലുള്ള ഇൻ്റഗ്രൽസിൻ്റെ സമ്മായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഇത് ഓരോന്നും ഇവാലുവേറ്റ് ചെയ്താൽ മതിയല്ലോ. നോക്കൂ, ഇതിൽ ഈ ഇൻ്റഗ്രൽ നമുക്കറിയാം, ഇൻ്റഗ്രൽ ഓഫ് e raised to minus st into f dash t dt എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അനുസരിച്ച് ഇതെന്താണ് വരിക, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. എഫ് ഡാഷിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എഫ് ഓഫ് ടി ആണല്ലോ, മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഇ റേസ് ടു മൈനസ് എസ് ടിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി, ദാറ്റ് ഈസ് മൈനസ് എസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഡാഷ് ടിയുടെ ഇൻ്റഗ്രൽ എഫ് ഓഫ് ടി ഡി ടി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി പ്ലസ് എസ് ടൈംസ് ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി എന്ന് എഴുതാം. ഇതിലെ ഈ എസ് എന്ന് പറയുന്നതിന് നെഗറ്റീവ് എസിനെ പുറത്തേക്ക് എടുക്കാം, കാരണം ഇവിടെ ഇൻ്റഗ്രേഷൻ ഈസ് വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. സോ എസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടി, സോ ഐ ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. സോ ഇതാണ് ഇതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ്. ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഡാഷ് ടിയുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. ഇതെല്ലാം ഇൻ്റഗ്രൻ്റ് സെയിം ആണല്ലോ, എല്ലാ ഇൻ്റഗ്രൽസിലും ഇൻ്റഗ്രൻ്റ് സെയിം ആണ്. സോ വി ആർ ഇൻ്റഗ്രേറ്റിംഗ് ദ സെയിം തിങ്. സോ വി ഗോട്ട് ദി ആൻറ്റി ഡെറിവേറ്റീവ്. ഇനി എന്ത് ചെയ്താൽ മതി, അതിൽ ലിമിറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാകും. ഓക്കെ, സോ ലെറ്റ്സ് ഡു ദാറ്റ്. ഓക്കെ, സോ ഈ ആൻറ്റി ഡെറിവേറ്റീവിൽ അഥവാ ഈ ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഡാഷ് ടി എന്ന് പറയുന്ന ആ ഇൻ്റഗ്രൻറ്റിൻ്റെ ഇൻ്റഗ്രലിൽ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി 0 to t1 പ്ലസ് എസ് ഇൻറ്റു ഇൻ്റഗ്രൽ 0 to t1 ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ടി ഡി ടി. ഇത് 0 to t1, അതുപോലെ t1 to t2 എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതിൽ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ, അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റേസ് ടു മൈനസ് എസ് ടി വണ്ണിൻ്റെ എഫ് ഓഫ് ടി വൺ മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 കൊടുക്കുമ്പോൾ ഇ റേസ് 0 1 ആയി. സോ എഫ് ഓഫ് 0 പ്ലസ് എസ് ഇൻറ്റു ഇൻ്റഗ്രൽ അങ്ങനെ തന്നെ ഞാൻ എഴുതി. ഓക്കെ, അത് അടുത്തതിൽ t1 to t2ലും അങ്ങനെ ചെയ്യുന്നു. അപ്പർ ലിമിറ്റ് ഇ റേസ് ടു മൈനസ് എസ് ടി ടു എഫ് ഓഫ് ടി ടു എന്ന് വരും അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റേസ് മൈനസ് എസ് ടി വൺ എഫ് ഓഫ് ടി വൺ പ്ലസ് എസ് ഇൻറ്റു ഇൻ്റഗ്രൽ t1 to t2 ഇ റേസ് മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി. അതുപോലെ t2 to t3 ചെയ്യുമ്പോൾ ഈ എക്സ്പ്രഷനാണ് കിട്ടുന്നത്. ഇ റേസ് മൈനസ് എസ് ടി ത്രീ എഫ് ഓഫ് ടി ത്രീ മൈനസ് ഇ റേസ് നെഗറ്റീവ് എസ് ടി ടു എഫ് ഓഫ് ടി ടു പ്ലസ് ഇൻ്റഗ്രൽ t2 to t3 ഇ റേസ് മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി പ്ലസ് എറ്റ്സെട്ര പ്ലസ് ലാസ്റ്റ് ഇൻ്റഗ്രൽ ലാസ്റ്റ് എക്സ്പ്രഷൻ വരുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ അപ്പർ ലിമിറ്റ് എ ആണ്, ലോവർ ലിമിറ്റ് ടി എൻ ആണ്. സോ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് എസ് എ ഇൻറ്റു എഫ് ഓഫ് എ മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ടി എൻ ഇൻറ്റു എഫ് ഓഫ് ടി എൻ പ്ലസ് ഇൻ്റഗ്രൽ അങ്ങനെ തന്നെ എഴുതി ടി എൻ ടു എ ഇ റേസ് മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി. ഇനി ഇതിൽ നോക്കുമ്പോൾ ആ ഇൻ്റഗ്രൽ ഒഴികെയുള്ള ബാക്കിയുള്ള എക്സ്പ്രഷൻസ് നോക്കുമ്പോൾ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ളതെല്ലാം ക്യാൻസൽ ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ പറ്റും. നോക്കുക, ആദ്യത്തെ സ്ക്വയർ ബ്രാക്കറ്റിലെ 3 ടേംസ് അതിനൊരുമിച്ചാണ് എഴുതിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ടേം ഇ റേസ് മൈനസ് എസ് ടി വണ്ണിൻ്റെ എഫ് ഓഫ് ടി വൺ എന്ന് പറയുന്ന ടേം തന്നെയാണ് രണ്ടാമത്തെ ബ്രാക്കറ്റിലെ രണ്ടാമത്തെ ടേമായിട്ട് വരുന്നത് വിത്ത് ഓപ്പോസിറ്റ് സൈൻ. സോ ദേ വിൽ ക്യാൻസൽസ്. ഓക്കെ, അപ്പോൾ ഈ ടേമും ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ആദ്യത്തേതിലെ ഫസ്റ്റ് ഫാക്ടർ രണ്ടാമത്തെ ഫാക്ടറായിട്ട് ക്യാൻസൽ ചെയ്ത് പോകും. ഇങ്ങനെ ഓരോ ടേമിൻ്റെയും ഫസ്റ്റ് ഫാക്ടർ നോക്കൂ. രണ്ടാമത്തേലെ ഫസ്റ്റ് ഫാക്ടർ നോക്കൂ, ഇ റേസ് മൈനസ് എസ് ടി ടു ഇൻറ്റു എഫ് ഓഫ് ടി ടു. അത് തൊട്ടടുത്ത ടേമിലെ സെക്കൻഡ് ഫാക്ടറായിട്ട് ഓപ്പോസിറ്റ് സൈനായിട്ട് വരുന്നുണ്ട്. സോ ദാറ്റ് ഓൾസോ ക്യാൻസൽസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഈ ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ പറ്റും. എന്താണ് ഓർഡർ? ഓരോ ടേമിലെയും ആദ്യത്തെ ടേം തൊട്ടടുത്ത ടേമിൻ്റെ
രണ്ടാമത്തെ ടേമുമായിട്ട് ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ടേം ഏതായിട്ട് ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടാവും? ഇത് തൊട്ടടുത്ത ടേമിലെ ആദ്യത്തെ സെക്കൻഡ് ടേമുമായിട്ട് ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് പോയിട്ടുണ്ടാവും. ഓക്കെ, ഈ ടേംസ് എല്ലാം പോകും. ഫൈനലി ഇതിൽ ഏതാണ് ക്യാൻസൽ ചെയ്ത് പോവുക? ഈ ടേം ക്യാൻസൽ ചെയ്ത് പോകും. കാരണം ഇത് ലാസ്റ്റ് ടേമാണ്. ഓക്കെ, ഇതിലെ രണ്ടാമത്തെ ടേം ഇതിന് തൊട്ട് മുമ്പിലുള്ള ടേമിൻ്റെ ഫസ്റ്റ് ടേമായിട്ട് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോയി. ഓക്കെ, പക്ഷേ ഇത് ക്യാൻസൽ ചെയ്ത് പോവില്ല. ഇത് ക്യാൻസൽ ചെയ്ത് പോകണമെങ്കിൽ തൊട്ടടുത്തൊരു ടേം ഉണ്ടാവണം. തൊട്ടടുത്ത ടേമിലെ രണ്ടാമത്തെ ടേമായിട്ടാണ് ക്യാൻസൽ ചെയ്ത് പോകേണ്ടത്. അപ്പോൾ ക്യാൻസൽ ചെയ്യാതെ ഈ ടേം സർവൈവ് ചെയ്യും. ഒപ്പം തന്നെ -f(0) എന്ന് പറയുന്നത് സർവൈവ് ചെയ്യും. കൂടെ ഈ ഇൻ്റഗ്രൽ എക്സ്പ്രഷൻസ് എല്ലാം സർവൈവ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്കതൊന്ന് റീറൈറ്റ് ചെയ്യാം. അപ്പോൾ ക്യാൻസലേഷന് ശേഷം സർവൈവ് ചെയ്യുന്ന ടേംസാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇൻ്റഗ്രൽ ടേംസിലെല്ലാം എസ് എന്ന് പറയുന്നത് കോമൺ ഫാക്ടറായിട്ട് വരുന്നുണ്ട്. സോ എസ് ടൈംസ് ഇൻ്റഗ്രൽസ് 0 to t1 പ്ലസ് t1 to t2 പ്ലസ് ഇൻ്റഗ്രൽ t2 to t3 പ്ലസ് എക്സെട്ര ഇൻ്റഗ്രൽ tn to a. ഇൻ്റഗ്രൻ്റെ എല്ലാം e−st(f(dt) തന്നെയാണ്. പിന്നെ സർവൈവ് ചെയ്യുന്ന ടേം നമ്മൾ നേരത്തെ ഒബ്സർവ് ചെയ്തു. e−(sa)(f) എന്ന് പറയുന്ന ടേം സർവൈവ് ചെയ്യും. -f(0) എന്ന് പറയുന്നതും സർവൈവ് ചെയ്യും. അപ്പോൾ ഇൻ്റഗ്രൽ 0 to a e−st(f'(dt) എന്ന് പറയുന്ന ഈ പാർഷ്യൽ ഇൻ്റഗ്രൽ അത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി ഇതിൽ എയെ ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള ലിമിറ്റ് കണ്ടുപിടിക്കണം. അത് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം f' ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്നു. എന്താണോ ലിമിറ്റായിട്ട് കിട്ടുന്നത് അതായിരിക്കും അതിൻ്റെ ട്രാൻസ്ഫോമായിട്ട് വരിക. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയത് ഇൻ്റഗ്രൽ 0 to a e−st(f'(dt) ഈസ് ഈക്വൽ ടു s ടൈംസ് സം ഓഫ് ദീസ് ഇൻ്റഗ്രൽസ് പ്ലസ് e−(f(a) മൈനസ് f(0). പക്ഷേ ഈ ഇൻ്റഗ്രൽസിൻ്റെ സം എന്ന് പറയുന്നത് ആക്ച്വലി 0 to എയിൽ e−st(f(dt)യുടെ ഇൻ്റഗ്രലാണ്. e−st(f)യുടെ ഇൻ്റഗ്രലാണ്. സോ ദിസ് സം ഈസ് പ്രിസൈസ്ലി ഇൻ്റഗ്രൽ 0 to a e−st(f)dt ബൈ അഡിറ്റിവിറ്റി ഓഫ് റിമാൻ ഇൻ്റഗ്രൽസ്. ഓക്കെ, പ്ലസ് ബാക്കിയുള്ള ടേം രണ്ടെണ്ണം അതുപോലെ തന്നെ എടുത്ത് എഴുതി. സോ ദിസ് ഇസ് ദി എക്സ്പ്രഷൻ ഫോർ പാർഷ്യൽ ഇൻ്റഗ്രൽ. നൗ ലെറ്റിംഗ് a to infinity. Letting a to infinity means taking limit as a goes to infinity. That is, we are taking limit as a goes to infinity of integral 0 to a e−st(f'(t) dt equal to ഇതിൽ ലിമിറ്റ് എടുക്കുന്നു. സോ ഇവിടെ s ടൈംസ് ലിമിറ്റ് a goes to infinity integral 0 to a e−st(f(t) dt. Okay, plus limit of this factor. സി ഇവിടെയുള്ളത് നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് നോക്കാം. റൈറ്റ് സൈഡ് ഈ ആക്ച്വലി ഇതെന്താണ്? ദിസ് ഇസ് ദ പാർഷ്യൽ ഇൻ്റഗ്രൽ കറസ്പോണ്ടിങ് ടു ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് f(t). എഫിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെന്താണ്? ആക്ച്വലി എഫിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം തന്നെയാണ്. അതുപോലെ ഈ ടേമിൻ്റെ ലിമിറ്റോ, അത് a ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഈ ഫാക്ടർ 0യിലേക്ക് പോകും. ഈ എക്സ്പൊണൻഷ്യൽ ഫാക്ടർ 0യിലേക്ക് പോകും. കൂടെയുള്ളത് f എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റ് 0യിലേക്ക് പോകും. f(0)ൽ പിന്നെ നമ്മുടെ a എന്ന് പറയുന്ന ഫാക്ടർ ഇല്ലാത്തത് കൊണ്ട് അത് കോൺസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൽ ഓരോ ടേമിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ലിമിറ്റ് പ്ലസ് ഇതിൻ്റെ ലിമിറ്റ് പ്ലസ് ഇതിൻ്റെ ലിമിറ്റ് എന്നുള്ള രീതിയിൽ കൊടുക്കാം. അതാണ് എഴുതിയിരിക്കുന്നത്. സോ ലിമിറ്റ് ഓഫ് ദ ഫസ്റ്റ് ടേം പ്ലസ് ലിമിറ്റ് ഓഫ് ദ സെക്കൻഡ് ടേം, that is e−sa(f)(a). ഇവിടെ f(a) എന്നുള്ള കോൺസ്റ്റൻ്റ് ആണ്. ലിമിറ്റ് ആസ് a goes to infinity. പിന്നെ -f(0) എന്നുള്ള കോൺസ്റ്റൻ്റ് ആണ്. സോ അത് f(0) തന്നെ വരും. ഓക്കെ, സോ ദിസ് ഇസ് പ്രിസൈസ്ലി ഇൻ്റഗ്രൽ 0 to infinity e−st(f(t) dt plus this will be 0 minus f(0). Why this is 0? Because this factor has limit 0 as a goes to infinity. That is precisely s times Laplace transform of f(t) minus f(0). Okay, അപ്പോൾ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് f(t) എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡ് ഇസ് വെൽ ഡിഫൈൻഡ് ക്വാണ്ടിറ്റി. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ആര്? integral 0 to infinity e−st into f'(t) dt. That is precisely Laplace transform of f'(t). That is, Laplace transform of the derivative f'(t) is s times Laplace transform of f(t) minus f(0). ഓക്കെ, എഫിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമിനെ എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് f(0) എന്നുള്ള വാല്യൂ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? f' ലാപ്ലാസ് ട്രാൻസ്ഫോം കിട്ടും.
So we have proved or established the required relation. Okay. So transform of the derivative is given by this formula. L of f dash equal to s times L of f of t minus f of 0. So the theorem is proved. ഇനി നമുക്ക് ഇതേ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഹയർ ഡെറിവേറ്റീവ്സിൻ്റെ ട്രാൻസ്ഫോമും കാണാം. ഈ എഫ് ഡാഷിൻ്റെ ഡെറിവേറ്റീവ് ആണല്ലോ എഫ് ഡബിൾ ഡാഷ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഉണ്ടെങ്കിൽ, അഥവാ സെക്കൻഡ് ഡെറിവേറ്റീവ് പീസ് വൈസ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്ക് എഫ് ഡാഷിൻ്റെ ഡെറിവേറ്റീവിൽ നിന്ന് എഫ് ഡാഷിൻ്റെ ട്രാൻസ്ഫോമിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ബിക്കോസ് എഫ് ഡബിൾ ഡാഷ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഡബിൾ ഡാഷ് വിൽ ബി ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് ഡാഷ്. ഓക്കെ, അപ്പോൾ എഫ് ഡാഷ് എന്ന ഈ റിസൾട്ടിൽ എഫിൻ്റെ പൊസിഷനിൽ എഫ് ഡാഷിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഡബിൾ ഡാഷിൻ്റെ എക്സ്പ്രഷൻ കിട്ടും. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഹയർ ഡെറിവേറ്റീവ്സിൽ നമുക്ക് ഇതിനെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഈ ഫോർമുല തന്നെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഏത് ഓർഡറിലുള്ള ഡെറിവേറ്റീവിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതിൽ നിന്ന് തന്നെ ഇൻഡക്ഷൻ വഴി നമുക്ക് ഡിറൈവ് ചെയ്യാം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഹയർ ഡെറിവേറ്റീവ്സിനുള്ള ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ എക്സ്പ്രഷൻ നോക്കൂ. കണ്ടീഷൻസ് സപ്പോസ് ദാറ്റ് എഫ് ഡാഷ് എഫ് ഡബിൾ ഡാഷ് എക്സെട്ര എഫ് എൻ മൈനസ് വൺ മീൻസ് എൻ മൈനസ് വൺത്ത് ഡെറിവേറ്റീവ് വരെയുള്ള ഫംഗ്ഷൻസിൻ്റെ എൻ മൈനസ് വൺത്ത് ഡെറിവേറ്റീവ് വരെ എന്താണ് കണ്ടിന്യൂസ് ആണ് ഓൺ എനി ഇൻ്റർവൽ 0a ഫോർ എവറി പോസിറ്റീവ് റിയൽ നമ്പർ a, and nth derivative is piecewise continuous on 0a. There exists constants k, m and a such that mod f t less than or equal to k e power a t, mod f dash t less than or equal to k e power a t plus etc. modulus of f n minus 1th derivative of f less than or equal to k into e power a t for every t greater than or equal to m. Then Laplace transform of nth derivative of f exists for s greater than a and is given by this formula. നമുക്ക് കണ്ടീഷൻസ് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവിന് പറഞ്ഞ അതേ കണ്ടീഷൻസ് തന്നെയാണ്. ഫസ്റ്റ് ഡെറിവേറ്റീവിന് എഫ് കണ്ടിന്യൂസ് ആവണം, എഫ് ഡാഷ് പീസ് വൈസ് കണ്ടിന്യൂസ് ആവണം. അപ്പോൾ nth ഡെറിവേറ്റീവിൻ്റെ കാര്യം വരികയാണെങ്കിൽ എൻ മൈനസ് വൺത്ത് ഡെറിവേറ്റീവ് വരെയുള്ള ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആവണം, nth ഡെറിവേറ്റീവ് ഫംഗ്ഷൻ പീസ് വൈസ് കണ്ടിന്യൂസ് ആവണം. പിന്നെ മൂന്നാമത്തെ കണ്ടീഷൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതായത് ഇവിടെ പറയുന്നത് എഫും എഫ് ഡാഷും എക്സെട്ര എൻ മൈനസ് വൺത്ത് ഡെറിവേറ്റീവ് വരെയുള്ള ഫംഗ്ഷൻസ് ഓഫ് എക്സ്പൊണൻഷ്യൽ ഓർഡർ ആണെന്നുള്ളതാണ് ഈ പറയുന്നത്. ദേ ആർ ഡോമിനേറ്റഡ് ബൈ ദ സെയിം എക്സ്പൊണൻഷ്യൽ ഫാക്ടർ ഇ പവർ എ ടി, കെ ടൈംസ് ഇ പവർ എ ടി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെയും മൂന്നാമത്തെയും കണ്ടീഷനിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് എഫ്, എഫ് ഡാഷ്, എഫ് ഡബിൾ ഡാഷ് എക്സെട്ര എഫ് എൻ മൈനസ് വൺ പറയുമ്പോൾ എൻ മൈനസ് വൺത്ത് ഡെറിവേറ്റീവ് വരെയുള്ള ഫംഗ്ഷൻസിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ മൈനസ് വൺത്ത് ഡെറിവേറ്റീവിൻ്റെയും ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. nth ഡെറിവേറ്റീവ് പീസ് വൈസ് കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ nth ഡെറിവേറ്റീവിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. നേരത്തെ നമ്മൾ പഠിച്ച n = 1 പഠിച്ച റിസൾട്ടിനെ എക്സ്റ്റെൻഡ് ചെയ്താൽ മതി, ഇൻഡക്ഷൻ വെച്ച് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. നോക്കൂ, ഇനി ഫോർമുല എന്താണെന്ന് നോക്കൂ. nth ഡെറിവേറ്റീവിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഈസ് ഗിവൺ ബൈ എസ് പവർ n ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി മൈനസ് ദിസ് വൺ. ഈ എക്സ്പ്രഷനിൽ നമുക്ക് nth ഡെറിവേറ്റീവിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കാണാൻ എഫിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമും കൂടെ എഫിൻ്റെ എഫ് ഡാഷ് എഫ് ഡബിൾ ഡാഷ് എക്സെട്ര എൻ മൈനസ് വൺത്ത് ഡെറിവേറ്റീവ് ഓഫ് എഫ്, ഈ ഫംഗ്ഷൻസിൻ്റെയൊക്കെ സീറോയിലുള്ള വാല്യൂസുമാണ് നമുക്ക് ആവശ്യം. ഓക്കെ, അപ്പോൾ എഴുതിയിരിക്കുന്ന ഫോർമുല നോക്കൂ, അതിലൊരു ഋതമുണ്ട്. വി ആർ സ്റ്റാർട്ടിങ് വിത്ത് എസ് പവർ എൻ ടൈംസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി. പിന്നെ എവിടെയും എഫിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം അല്ല പിന്നുള്ള ടൈമിൽ വരുന്നത്. പിന്നെ വരുന്നത് എന്താണ്, എഫിൻ്റെ ഡെറിവേറ്റീവ്സിൻ്റെയും എൻ മൈനസ് വൺത്ത് ഡെറിവേറ്റീവ് വരെയുള്ള ഡെറിവേറ്റീവ്സിൻ്റെ എൻ മൈനസ് വൺത്ത് ഓർഡർ വരെയുള്ള ഡെറിവേറ്റീവ്സിൻ്റെ സീറോയിലുള്ള വാല്യൂസിനെ എസിൻ്റെ പവറുകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ആ എസിൻ്റെ പവർ ഡിക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ദ പവർ ഓഫ് nth പവർ ഓഫ് എസ്, ദെൻ എൻ മൈനസ് വൺത്ത് പവർ, എൻ മൈനസ് ടുവത്ത് പവർ, എൻ മൈനസ് തേർഡ് പവർ. അതായത് എസിൻ്റെ പവർ ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് വരുന്നു. കൂടെ ഉള്ള കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എഫ് ഓഫ് 0, എഫ് ഡാഷ് 0, എഫ് ഡബിൾ ഡാഷ് 0 എക്സെട്ര ഏതുവരെ എൻ മൈനസ് വൺത്ത് ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് 0. ഏത് കാണാൻ, nth ഡെറിവേറ്റീവിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കാണാൻ നമുക്ക് എൻ മൈനസ് വൺത്ത് ഓർഡർ വരെയുള്ള ഡെറിവേറ്റീവ്സിൻ്റെ സീറോയിലുള്ള വാല്യൂസും ഒപ്പം വേണം, ഒപ്പം എഫിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം. ഓക്കെ, അപ്പോൾ നമ്മൾ n = 1 നമ്മൾ ഈ ഫോർമുല ഡിറൈവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇൻഡക്ഷൻ വെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ലെറ്റ്സ് ഡു ദാറ്റ്. See, from the given conditions, it is clear that the Laplace transform of f dash, etc. fn minus 1 means n minus 1th order derivative, n minus 1th derivative of f. Laplace transform of all these functions exist
for s greater than a. Okay, we will establish the formula for Laplace transform of nth derivative by using induction on n equal to 1 ന് ട്രൂ ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. ഓക്കെ, we already have Laplace transform of f dash t equal to s times Laplace transform of f of t minus f of 0. That means the result is true for n equal to 1. Okay, the induction hypothesis prakaram we will assume the result is true for n equal to k and then prove that it is true for n equal to k plus 1. So assume that the result is true for n equal to k. We want to uh, we want to prove that it is true for n equal to k plus 1. അതായത് കെ പ്ലസ് വൺത്തെ ഡെറിവേറ്റീവിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്ക് kth ഡെറിവേറ്റീവിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ നിന്ന് ഡിറൈവ് ചെയ്യാം. അത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫോർമുലയായിട്ട് എഗ്രി ചെയ്യുന്നുണ്ട് ഫോർ n equal to k plus 1 എന്നാണ് കാണിക്കേണ്ടത്. Now what is the Laplace transform of k plus 1th derivative? Now we see that now we have Laplace transform of k plus 1th derivative of f. What is k plus 1th derivative? It is nothing but a derivative of kth derivative. Okay, so we can write Laplace transform of kth derivative in the derivative ആയിട്ട് എഴുതാം. Okay, ഇങ്ങനെ എഴുതാം. So this prime stands for derivative. So it is a first derivative of kth derivative. Now applying our formula for n equal to 1 for the function kth derivative of f. Okay, so since the result is true for n equal to 1, we can say that it is given by s times Laplace transform of kth derivative, okay, minus value of this function kth derivative at the point 0. Why? Because the result is true for n equal to 1. Okay, for n equal to 1. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവിന് ട്രൂ ആണ്. ഏതൊരു ഫംഗ്ഷൻ്റെയും ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഈസ് ഗിവൺ ബൈ ദിസ് ഫോർമുല പ്രൊവൈഡഡ് ദാറ്റ് ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ്. പക്ഷേ ഇവിടെ നമ്മുടെ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് പ്രകാരം നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് n ഈക്വൽ ടു കെക്ക് റിസൾട്ട് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. അതായത് kth ഡെറിവേറ്റീവിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആ റിസൾട്ടിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് കിട്ടുമെന്നുള്ളത്. ദാറ്റ് മീൻസ് എസ് ടൈംസ്, അപ്പോൾ kth ഡെറിവേറ്റീവിൻ്റെ ഫോർമുല നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, kth ഡെറിവേറ്റീവിൻ്റെ ഫോർമുല എന്ന് പറയുമ്പോൾ എന്താണ് വരിക? ദാറ്റ് ഈസ് ഗിവൺ ബൈ എസ് പവർ കെ ഇൻറ്റു Laplace transform of f of t, okay, minus s power k minus 1 into f of 0 minus s power k minus 2 into f dash 0 minus etc etc. എവിടെ പോയിട്ട് അവസാനിക്കുക? മൈനസ് അവസാനിക്കുന്നത് എസ് പവർ, സോ എസ് ഇൻറ്റു നമ്മൾ kth ഡെറിവേറ്റീവ് ആണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അവസാനിക്കുന്നത് k മൈനസ് 1th ഡെറിവേറ്റീവിലായിരിക്കും. സോ എസ് ഇൻറ്റു k മൈനസ് 1th ഡെറിവേറ്റീവിൽ അവസാനിക്കുന്നതിന് മുമ്പ് k മൈനസ് 2th ഡെറിവേറ്റീവിൻ്റെ പ്രസൻസ് ഉണ്ടാവും, മൈനസ് k മൈനസ് 1th ഡെറിവേറ്റീവ്. ഓക്കെ, മൈനസ് വാല്യൂ ഓഫ് kth ഡെറിവേറ്റീവ് അറ്റ് 0, അതായത് ഈ എക്സ്പ്രഷൻ എഴുതി. സോ ദിസ് ഇസ് ബൈ assumption the result is true for n equal to k. അപ്പോൾ ആ റിസൾട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. എഫ് കെയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ എക്സ്പ്രഷൻ ഈ എഴുതിയിരിക്കുന്നതാണ്, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാന്ന് പറയുമ്പോൾ എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസ് പവർ കെ പ്ലസ് 1 ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി മൈനസ് എസ് പവർ കെ ഇൻറ്റു എഫ് ഓഫ് 0 അല്ലേ, മൈനസ് എസ് പവർ കെ മൈനസ് 1 ഇൻറ്റു എഫ് ഡാഷ് 0 minus etc minus s square into k minus 2th derivative of f at 0 minus s into k minus 1th derivative of f at 0. ഓക്കെ, ഇതിനെ എസ് കൊണ്ടെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് എല്ലാ ടേമിനെയും മൈനസ് ലാസ്റ്റ് ഈ ടേം കൂടെ ഉണ്ട്, മൈനസ് kth ഡെറിവേറ്റീവിൻ്റെ വാല്യൂ അറ്റ് 0. സി ദാറ്റ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ Laplace transform of k plus 1th derivative of f under the assumption that Laplace transform of kth derivative is given by this expression. Okay, see ഇത് ആക്ച്വലി നമ്മുടെ ഫോർമുല തന്നെയാണ്. ഫോർമുലയിൽ എന്നിന് k plus 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് തന്നെയാണ്. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് the result is true for n equal to
n equal to k plus 1. അപ്പോൾ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് അനുസരിച്ച് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അനുസരിച്ച് the result is true for every n എന്ന് നമുക്ക് പറയാം. So we have proved the formula. So therefore by mathematical induction the result is true for every n. That means Laplace transform of nth derivative of f is equal to s power n into L of f of t minus s power n minus 1 into f of 0 minus s power n minus 2 into f dash 0 minus etc minus s into n minus 2 at the derivative of f at 0 minus n minus 1 to derivative of f at 0. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്തു. അപ്പോൾ ഇത് പ്രകാരം നമുക്ക് വാട്ട് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ സെക്കൻഡ് ഡെറിവേറ്റീവ് എഫ് ടു ടിയുടെ എക്സ്പ്രഷൻ എന്താണ് വരിക? സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ വിൽ ബി എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എസ് ഇൻറ്റു എസ് സ്ക്വയർ പിന്നെ എസ് എഫ് ഓഫ് 0 മൈനസ് എഫ് ഡാഷ് 0. ഓക്കെ, തേർഡ് ഡെറിവേറ്റീവ് ആണെങ്കിലോ തേർഡ് ഡെറിവേറ്റീവിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടുന്നത് എസ് ക്യൂബ്, ഇവിടെ 3 ആണ്, അപ്പോൾ ഇവിടെ എസ് ക്യൂബ് എന്ന് തുടങ്ങണം. എസ് ക്യൂബ് ടൈംസ് എൽ ഓഫ് എഫ് ഓഫ് ടി, പിന്നെ എസിൻ്റെ പവർ കുറഞ്ഞു വരും, എസ് സ്ക്വയർ കൂടെ കോഎഫിഷ്യൻസ് ആയിട്ട് എഫിൻ്റെയും എഫിൻ്റെ ഡെറിവേറ്റീവ്സിൻ്റെയും വാല്യൂസ് 0യിൽ വി സ്റ്റാർട്ട് വിത്ത് എഫ് 0, സോ എസ് സ്ക്വയറിൻ്റെ എഫ് ഓഫ് 0 മൈനസ് എസ് ഇൻറ്റു എഫ് ഡാഷ് 0. അപ്പോൾ എസിൻ്റെ പവേഴ്സൊക്കെ കുറഞ്ഞ് വന്നു. ഇനി അടുത്തത് എസിൻ്റെ പവർ 0 എന്ന് പറഞ്ഞാൽ 1 ആണ് കോഎഫിഷ്യൻ്റ് വരെ, മീൻസ് വി ആർ എൻഡഡ് അറ്റ് സെക്കൻഡ് ഡെറിവേറ്റീവ്. ഓക്കെ, സെക്കൻഡ് ഡെറിവേറ്റീവ് അറ്റ് 0. അപ്പോൾ തേർഡ് ഡെറിവേറ്റീവിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എൻഡ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ വാല്യൂ അറ്റ് 0യിലാണ്. ഓക്കെ, സോ ഒരെണ്ണം കൂടെ എഴുതാം. ഫോർത്ത് ഡെറിവേറ്റീവിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഫോർമുല എന്ത് വരും? ദാറ്റ് ഈസ് എസ് പവർ 4 ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി മൈനസ് എസ് ക്യൂബ് ഇൻറ്റു എഫ് ഓഫ് 0 minus s square into f dash 0 minus s into f double dash 0 minus f double dash 0 means f2 at all, second derivative, minus third derivative at 0. Okay, continue like this. Okay, so this is the way to obtain the Laplace transform of higher derivatives. Now let's have an illustration of this formula. Look at this problem. Obtain Laplace transform of cos of at from that of sin at. L of sin of at ൽ നിന്ന് L of cos at കാണണം. അപ്പോൾ സൈനും കോസും തമ്മിലുള്ള ബന്ധം നമുക്കറിയാമല്ലോ. സൈൻ്റെ ഡെറിവേറ്റീവ് ആണല്ലോ കോസ്. അപ്പോൾ ഡെറിവേറ്റീവിൻ്റെ ട്രാൻസ്ഫോം കാണാൻ നമുക്കിവിടെ ഫോർമുല ഉണ്ട് താനും. അപ്പോൾ നമുക്കിതിനെ എന്ത് ചെയ്യാം? സോ ലെറ്റ് പുട്ട് എഫ് ഓഫ് ടി ഈക്വൽ ടു സൈൻ എ ടി എന്ന് വിളിക്കാം നമുക്ക്, സൈൻ ഓഫ് എ ടി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് cos at ആണ്. That is nothing but a derivative of f. F dash t will be equal to sin in the derivative cos of a t into a എന്ന് കൂടെ വരും. Okay, so this gives the expression for cos of a t as 1 by a times f dash of t. Okay, now take Laplace transform of cos a t. അതാണ് നമുക്ക് ആവശ്യം. Laplace transform of cos a t equal to Laplace transform of 1 by a into f dash t. ഓക്കെ, പക്ഷേ ലീനിയാരിറ്റി പ്രകാരം ഈ 1 by a നമുക്ക് പുറത്തെഴുതാം. 1 by a ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് ടി. പക്ഷേ ഡെറിവേറ്റീവിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഇപ്പോൾ നമുക്ക് എക്സ്പ്രഷൻ അറിയാം. ദാറ്റ് ഈസ് 1 by a ഇൻറ്റു എസ് ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി, ഓക്കെ, മൈനസ് എഫ് ഓഫ് 0, റൈറ്റ്? Okay, but what is f of 0? F of 0 is 0 because it is sin 0. So f of 0 is 0. So that is equal to 1 by a into s into Laplace transform of f of t. What is f of t? Sin a t. That is Laplace transform of sin of a t minus f of 0 is 0. Okay, so that is equal to 1 by a into s into what is Laplace transform of sin a t? Sin a ടിയുടെ ട്രാൻസ്ഫോം നമുക്ക് എടുക്കാം, കാരണം അതിൽ നിന്ന് ഇത് കാണാനാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ sin a ടിയുടെ ഫോർമുല നമുക്ക് ഉപയോഗിക്കാം. sin a ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. അപ്പോൾ ഇതിൽ സിംപ്ലിഫിക്കേഷനിലൂടെ എ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. സോ വി ഒബ്റ്റെയിൻ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അത് തന്നെയാണല്ലോ നമ്മുടെ കോസ് എ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം. ഓക്കെ, അപ്പോൾ കോസ് എ ടിയുടെ സൈൻ എ ടിയുടെ ഡെറിവേറ്റീവ് ആണെന്നുള്ള ആ കാര്യത്തിൽ നിന്ന് നമുക്ക് ഡെറിവേറ്റീവിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കോസ് എ ടിയുടെ ട്രാൻസ്ഫോം കണ്ടിരിക്കുന്നു. ഇത് ഈ ഫോർമുല ഡെറിവേറ്റീവിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഫോർമുല കാണിക്കാൻ വേണ്ടി ചെയ്തൊരു പ്രോബ്ലമാണ് കേട്ടോ.
ഓക്കെ, ഈ ഫോർമുല ഹയർ ഡെറിവേറ്റീവ്സിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്ത ഈ ഫോർമുല നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ ഈ ഫോർമുല ഉപയോഗിക്കും. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത സെഗ്മെൻറ്റിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.